DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കണ്ടപ്പം തന്നെ അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത ഒരാളുണ്ട്, നമ്മുടെ ഹർദിക് പാണ്ഡ്യ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് ഇത്രയും മികച്ചൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അത് ഈ മത്സരത്തിലാണ്, പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിലാണ്. ശരിക്കും ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് പ്രകടനം, അദ്ദേഹത്തിന്റെ ആ ഒരു ഈ പറയുന്ന പോലെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ നല്ല രീതിക്ക് എറിയണം, ആ ഒരു ഹാർഡ് വർക്ക്, അതൊക്കെയും ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ടും സന്തോഷിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനോട് ഇത്ര ദേഷ്യം നമ്മൾ അങ്ങനെ ചിന്തിച്ചു, ഇത്ര ദേഷ്യം. കാരണം നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് ഹർദിക്ക് കളിക്കുന്നുണ്ടെങ്കിൽ ആ മത്സരങ്ങളിലൊക്കെ ഹർദിക്ക് തൻ്റെ 100% ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഒരു തരത്തിലും ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന പോലെ ഒരു മേൽക്കൈമ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹർദിക് പാണ്ഡ്യ ശ്രമിച്ചിട്ടേ ഇല്ല. എവിടൊക്കെ അവസരം കിട്ടും അവിടൊക്കെ അടിച്ച് താത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഷമിക്ക് പെട്ടെന്ന് ഒരു ഇഞ്ചറി പറ്റും. നമുക്കറിയാം കാലിന് എന്തൊരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷമി ചെറിയൊരു ട്രീറ്റ്മെന്റിന് കയറി പോകുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഈ പറഞ്ഞ പോലെ പവർ പ്ലേയിൽ എറിയേണ്ടി വരുന്നു. നേരത്തെ പവർ പ്ലേയിലൊക്കെ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കാണത്തില്ല. കാരണം 8 ഓവർ വരെയും ഈ ഷമിയും അതുപോലെ തന്നെ റാണയും കൂടെ എറിയും എന്നുള്ളൊരു അങ്ങനെയാണ് നമ്മൾ രോഹിത്തിന്റെ ഒരു ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യക്ക് പെട്ടെന്നൊരു ഈ പറയുന്ന പോലെ ബോളിംഗ് കൊടുക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കാണത്തില്ല. അപ്പം എന്തായാലും ഷമി ഈ പറയുന്ന പോലെ ഇഞ്ചറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാണ്ഡ്യക്ക് ഇതുപോലെ തന്നെ പന്തെറിയാനായിട്ടുള്ള അവസരം കിട്ടുന്നു. അത് ഏറ്റവും മികച്ച ഒരു അവസരമായിട്ട് അദ്ദേഹം കാണുകയാണ്. ഈ പറയുന്ന പോലെ ഷമിയുടെ ആ ഒരു കുറവ് നികത്തുകയും അതുപോലെ തന്നെ നമുക്ക് ബാബറിന്റെ വിക്കറ്റ് അത്യാവശ്യമായിരുന്നു, അത് എടുക്കുകയും കൂടെ വേണം. അപ്പൊ ആ നിലയിൽ ഹർദിക് പാണ്ഡ്യ നടത്തിയ ഒരു ബോളിംഗ് പ്രകടനമുണ്ട്. താൻ എറിയുന്ന ആദ്യ ബോൾ മുതൽ താൻ 8 ഓവർ എറിഞ്ഞിട്ടുണ്ട്. ആ 8 ഓവറിലെ അവസാന ബോൾ വരെയും അത്രയും കൃത്യമായിട്ട് ഒരു ബോൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ ലൂസ് ബോളോ കാര്യങ്ങളോ പോകത്തില്ല എന്ന് അത്രയും ദൃഢനിശ്ചയം എടുത്തിട്ട് എറിഞ്ഞ പോലെ ഉണ്ട്. കാരണം ഒരു തരത്തിലും എൻ്റെ കയ്യിൽ നിന്നൊരു മിസ് ആയിട്ടൊരു 4 റൺസ് കിട്ടാനോ ഒരു 6 റൺസ് കിട്ടാനോ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന അത്രയും ഒരു ഷാർപ്പായിട്ടുള്ള അത്രയും ഈ പറയുന്ന പോലെ ഒരു ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിട്ടുകൊടുക്കാൻ ഒട്ടും മനസ്സിലാത്തൊരു രീതിയിലുള്ള പ്രകടനമാണ് ഹർദിക് പാണ്ഡ്യ ഇവിടെ കാഴ്ചവെച്ചത്. നമുക്കറിയാം ബാബറിന്റെ വിക്കറ്റ് കിട്ടിയതിന്റെ തൊട്ട് അതായത് പവർ പ്ലേയിൽ തന്നെ അദ്ദേഹത്തിന്റെ 2ാമത്തെ ഓവറാണ്, അതായത് എനിക്ക് 9ാമത്തെ ഓവറിലാന്ന് തോന്നുന്നു ഹർദിക് പാണ്ഡ്യ 2ാമത്തെ ഓവറിൽ എറിയാൻ വരുമ്പോഴത്തേനും ആദ്യ ബോൾ ഈ പറഞ്ഞ ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു യോർക്കർ എറിയുന്നു. അത് പക്ഷെ ഇച്ചിരി ഫുൾട്ടാസായിട്ട് മാറുന്നു. അത് ബാബർ കൃത്യമായിട്ട് പിക്ക് ചെയ്യുന്നു, ബൗണ്ടറി നേടുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഹർദിക്കിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാം. ഇങ്ങനെ കൈ ഇങ്ങനെ അടിച്ചിട്ട് അതങ്ങനെ വന്നല്ലോ, മിസ്റ്റേക്ക് വന്നല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷനും അത് 4 പോയെന്നുള്ളൊരു ദേഷ്യമൊക്കെ കാണാം. വെരി നെക്സ്റ്റ് ബോളിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ നല്ല ലെങ്തിൽ ഒരു ഔട്ട് സ്വിങ് എറിയുകയും അത് വിക്കറ്റ് നേടുകയും ചെയ്തു. അപ്പം നമുക്ക് ആ പാഷൻ ആ ഒരു കളിയോടുള്ള ആ കൊതിയുണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ വിസിബിളായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്കത് വിസിബിളായിട്ട് കാണാൻ കഴിയും. അത്രയും മികച്ചരിയിൽ തന്നെയാണ് അത്. തുടക്കത്തിന്റെ ആ ഒരു ഈ പറയുന്ന പോലെ തിളപ്പിന് കാണിച്ചതല്ല. 8 ഓവർ എറിഞ്ഞിട്ടുണ്ട്. ആ 8 ഓവറിൽ 31-ന് 2 വിക്കറ്റുകളാണ്. 8 ഓവറിൽ 31-ന്, അതായത് ഇന്ത്യയുടെ ആ ബോളിംഗ് നിരയിൽ ഏറ്റവും എക്കോണമി കുറഞ്ഞ ആള് ഈ പറയുന്ന ഹർദിക് പാണ്ഡ്യയാണ്. അതായത് ഇതിനു മുമ്പ് നമുക്കറിയാം ഹർദിക് പാണ്ഡ്യ ഇതിനു മുമ്പൊക്കെ പന്തെറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്രയും എക്കോണമി കുറഞ്ഞിട്ട് ഇത്രയും എക്കോണമിയിൽ അദ്ദേഹം പന്തെറിഞ്ഞിട്ടില്ല. അത് ഉറപ്പാണ്, എനിക്ക് നല്ല ശതമാനം ഉറപ്പാണ്. ഇതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് എക്കോണമി ഇതാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം 3.88 ആണ് എക്കോണമി. ഒന്ന് ആലോചിച്ച് നോക്കുക, 8 ഓവർ എറിഞ്ഞിട്ട് 31-2, അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്. കാരണം പാകിസ്ഥാനായിട്ടുള്ള ഒരു മത്സരം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഈ പറയുന്ന പോലെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നതേ ഇല്ല. ഇപ്പൊ തിരിച്ച് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയപ്പോഴത്തേനും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യാനാണ് നോക്കുന്നത്. ഒന്നാമത്തെ ബോൾ പറ്റുവാണെങ്കിൽ 1ാമത്തെ ബോൾ 6 അടിക്കുക എന്നുള്ള മെന്റാലിറ്റി തന്നെയാണ് വരുന്നത്. ആ ബോൾ നമുക്കറിയാം അദ്ദേഹം കളിച്ച ബോളുകളെല്ലാം ഈ പറഞ്ഞ അറ്റാക്കിംഗ് ആണ്, എങ്ങനെ റൺസ് കണ്ടെത്താന്നുള്ള രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അതായത് ഒരു തരത്തിലും വിട്ടുകൊടുക്കത്തില്ല എന്ന് അത്രയും വാശിയുണ്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാനെതിരെ ഹർദിക് പാണ്ഡ്യ നമ്മൾ കളിക്കുമ്പോൾ ഹർദിക് പാണ്ഡ്യയിൽ നിന്നുള്ള പ്രകടനം. എന്തായാലും വളരെ സന്തോഷമുണ്ട് അത് കണ്ടപ്പം. നല്ലൊരു മികച്ച പ്രകടനം ബോളിങ്ങിൽ പുറത്തെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ള മുന്നോട്ടുള്ള മത്സരങ്ങളിലൊക്കെയും അത് വളരെയധികം പ്രതീക്ഷയാണ്. നമുക്ക് എന്തായാലും മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.